ഇപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എക്സർസൈസ്, ഇപ്പോൾ ഈ കേരളത്തിൽ മൊത്തം ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ ഒരു 10 കോടി റുപ്യ വേണം വിചാരിക്കുക, ഒരു സിംഗിൾ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ബ്രാൻഡിങ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ 10 കോടി രൂപ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ 10 കോടി രൂപയുടെയും ഒരു റിക്കവറി ആ ഒരു വർഷം തന്നെ നടക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. അയാൾ എന്തുകൊണ്ടാണ് 10 കോടി റുപ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 10 കോടി റുപ്യക്ക് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സബ്സിക്വൻ്റ് ആയിട്ട് വേണ്ടി വരുന്ന എക്സ്പെൻസ് കുറച്ചും കൂടി കുറവായിരിക്കും. അത് വെച്ചിട്ട് മേ ബി 5 വർഷമോ 10 വർഷമോ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ബ്രാൻഡ്, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നും അതുകൊണ്ട് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പൈസയുടെ എത്രയോ മടങ്ങ് തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഒരു 10 കോടിയോ അല്ലെങ്കിൽ 50 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയിൽ ഒരു 10 ലക്ഷമോ 15 ലക്ഷം രൂപ ഒരു കൺസൾട്ടൻറ്റിന് പേ ചെയ്യുക എന്നുള്ളത് ഒരു എക്സ്പെൻസീവ് അഫെയർ ആയിട്ടാണ് ഒരു ഓണർ ഒരു പക്ഷേ കാണുന്നുണ്ടാവുക. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇത്തരം ഇൻ്റർവെൻഷൻസിനെ കാണേണ്ടത്. അത് അങ്ങനെ കാണാത്തതുകൊണ്ട് ഒരു എക്സ്പെൻസ് സൈഡിൽ കാണുന്നതുകൊണ്ടാണ് ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് ആ ഓർഗനൈസേഷൻ തന്നെയാണ്.